എല്ലാവർക്കും നമസ്കാരം. ജൂൺ 18 വ്യാഴാഴ്ച, വളർപ്പിറൈ ചതുർത്ഥി. അമാവാസിക്ക് ശേഷം ചന്ദ്രൻ വളരുന്ന കാലഘട്ടത്തെ വളർപ്പിറൈ എന്ന് പറയുന്നു. ഈ കാലത്തെ 4ാമത്തെ തിഥിയാണ് വളർപ്പിറൈ ചതുർത്ഥി. ഈ ദിവസം പ്രധാനമായും ശ്രീ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതിന് പ്രസിദ്ധമാണ്. ഇതിന്റെ ഐതിഹ്യം എന്തെന്നാൽ, ഹിന്ദു വിശ്വാസപ്രകാരം വിഘ്നങ്ങളെ നീക്കി എല്ലാ കാര്യങ്ങളിലും വിജയം നൽകുന്ന ദേവനാണ് ശ്രീ ഗണേശൻ. അതുകൊണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോഴും പഠനം, ജോലി, വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങൾക്ക് മുമ്പും ഗണപതിയെ ആദ്യം സ്മരിക്കുന്നു. വളർപ്പിറൈ ചതുർത്ഥി ദിവസം ഗണേശാരാധന നടത്തുന്നത് ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ഐശ്വര്യം വർദ്ധിക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. വ്രതം എങ്ങനെ എടുക്കാം? രാവിലെ നേരത്തെ എഴുന്നേറ്റ് സ്നാനം ചെയ്യുക. വീടും പൂജാമുറിയും വൃത്തിയാക്കുക. ശ്രീ ഗണേശന്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം സ്ഥാപിച്ച് പൂജ നടത്തുക. ദുർവ, ചുവന്ന പൂക്കൾ, മോദകം, അപ്പം, പഴങ്ങൾ എന്നിവ സമർപ്പിക്കുക. ഓം ഗം ഗണപതയേ നമ എന്ന മന്ത്രം ജപിക്കുക. ഗണപതി അഷ്ടോത്തരം, ഗണേശ സഹസ്രനാമം, ഗണേശ സ്തുതികൾ എന്നിവ പാരായണം ചെയ്യാം. വൈകുന്നേരം ചന്ദ്രദർശനത്തിന് ശേഷം വ്രതം അവസാനിപ്പിക്കുന്നവരും ഉണ്ട്. ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രമല്ലെങ്കിൽ വക്രതുണ്ട മഹാകായ, സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുറുമേ ദേവ, സർവകാര്യേഷു സർവദ എന്നീ മന്ത്രവും ചൊല്ലാവുന്നതാണ്. ഈ ദിവസത്തിന്റെ പ്രധാന ഫലങ്ങൾ എന്തെല്ലാമെന്നാൽ, വിഘ്നങ്ങൾ നീങ്ങും, വിദ്യാഭ്യാസ വിജയം ലഭിക്കും, തൊഴിൽ പുരോഗതി, കുടുംബ സൗഖ്യം, സാമ്പത്തിക അഭിവൃദ്ധി, മനഃശാന്തി എന്നിവയാണ്. സങ്കടഹര ചതുർത്ഥിയിൽ നിന്ന് വളർപ്പിറൈ ചതുർത്ഥിക്കുള്ള പ്രധാന വ്യത്യാസം എന്തെന്നാൽ, അമാവാസിക്ക് ശേഷമുള്ള ശുക്ലപക്ഷത്തിലെ 4ാം തിഥിയിൽ വരുന്നതാണ് വളർപ്പിറൈ ചതുർത്ഥി. സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത് പൗർണമിക്ക് ശേഷമുള്ള കൃഷ്ണപക്ഷത്തിലെ 4ാം തിഥിയാണ്. ഇരുവിഭാഗം ചതുർത്ഥികളും ഗണപതി ആരാധനയ്ക്ക് പ്രധാനപ്പെട്ടവയാണ്. എന്നാൽ സങ്കടഹര ചതുർത്ഥി ദുരിത നിവാരണത്തിനും വളർപ്പിറൈ ചതുർത്ഥി മംഗളകാര്യങ്ങളുടെ വിജയത്തിനും പ്രത്യേകമായി ആചരിക്കപ്പെടുന്നു. ചതുർത്ഥിയിൽ ധാരാളം ആളുകൾ ഗണേശപ്രീതിക്കായി തേങ്ങ ഉടയ്ക്കുന്നു. എന്നാൽ ഈ ദിവസം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു വിശേഷപ്പെട്ട കാര്യമുണ്ട്. പൊതുവായി വിനായകൻ എന്നാൽ തടസ്സങ്ങൾ നീക്കുന്നവൻ എന്നാണല്ലോ അർത്ഥം. എന്നാൽ ഈ ഒരു ദിവസം പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. ഒരാളുടെ മോശശീലം ഉപേക്ഷിക്കുമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത് വളരെ ശുഭമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഈ ചതുർത്ഥി ദിനത്തിൽ നിങ്ങൾ ഗണേശ ക്ഷേത്രത്തിൽ പോകുമ്പോഴോ വീട്ടിൽ ഗണപതിയെ ആരാധിക്കുമ്പോഴോ ഗണേശനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഇന്നു മുതൽ ഞാൻ എൻ്റെ ഈ തെറ്റായ ശീലം മാറ്റുമെന്ന് പ്രതിജ്ഞ എടുക്കുക. അത് ദേഷ്യമായിരിക്കാം, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കാം, അനാവശ്യ ചെലവായിരിക്കാം, ലഹരിയുടെ ഉപയോഗമായിരിക്കാം. ഗണപതി ഭഗവാൻ നമ്മുടെ ബാഹ്യ തടസ്സങ്ങൾ മാത്രം നീക്കുന്ന ആളല്ല, നമ്മുടെ ഉള്ളിലെ തടസ്സങ്ങൾ കൂടി നീക്കുന്ന ആളാണ്. ഈ ദിവസം ഈ കാര്യം കൂടി ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല വിഘ്നങ്ങളും മാറി അനുകൂലമായ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളൊരു ഗണപതി ഭക്തനാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം ഗം ഗണപതയേ നമഃ എന്ന് കമന്റ് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ആത്മീയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.